ടീച്ചേഴ്സ് ഉണ്ട് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ചോദ്യം ശ്രദ്ധിക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആനുവൽ ഇൻകം ഓഫ് എ ആൻഡ് ബി ഈസ് 6:7 ആൻഡ് ബിറ്റ്വീൻ ദെയർ എക്സ്പെൻഡിച്ചർ ഈസ് 5:6. ഇഫ് ദേ സേവ് 400 ഈച്ച്, ഫൈൻഡ് എ's ആനുവൽ ഇൻകം. ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടുപേരാണ്, എയും ബിയും. അവരുടെ വാർഷിക വരുമാനങ്ങൾ, ആനുവൽ ഇൻകം, അവ തമ്മിലുള്ള റേഷ്യോ 6:7. 6:7. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ എക്സ്പെൻഡിച്ചർ, ചിലവുകൾ 5:6 ആണോ? എന്നിട്ട് അവർ രണ്ടുപേരും 400 രൂപ വീതം സേവ് ചെയ്യുന്നു എങ്കിൽ എയുടെ ആനുവൽ ഇൻകം. നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ അംശബന്ധത്തിൽ അവരുടെ വരുമാനങ്ങളും അവരുടെ ചിലവുകളും തന്നിരിക്കുന്ന രണ്ട് റേഷ്യോകൾ തന്നിരിക്കുന്നുണ്ടല്ലോ, അത് ഇതുപോലെ ഇത്ര രൂപ അവർ മിച്ചം പിടിക്കുന്നു എന്ന് തന്നിരുന്നാൽ നമ്മൾ ആദ്യമേ ഈ റേഷ്യോകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. രണ്ട് റേഷ്യോകൾ നമ്മൾ എടുത്തെഴുതുക. ഒന്നെന്താണ്? 6:7. നെക്സ്റ്റ് എന്താണ്? 5:6. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് എയുടെ ഇൻകം, ഇത് എയുടെ എക്സ്പെൻഡിച്ചർ. എയുടെ ഇൻകവും എയുടെ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരുന്നത്? 5ഉം 6 ഡിഫറൻസ് 1 അല്ലേ? അതുപോലെ ബിയുടെ വരവ് എത്രയാണ്? ആനുവൽ ഇൻകം എത്രയാണ്? റേഷ്യോ 7. ബിയുടെ എക്സ്പെൻഡിച്ചറോ 6. അപ്പോൾ ബിയുടെ വരവും ചിലവും തമ്മിലുള്ള റേഷ്യോ 1. അതായത് ഇവ തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്, 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? എത്രയാണ് വന്നേ? 1. പിടികിട്ടിയല്ലോ. അപ്പോൾ എയുടെ ആനുവൽ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം 1. അതുപോലെ ബിയുടെ ആനുവൽ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ ഈ റേഷ്യോകൾ തമ്മിൽ കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഉണ്ട്, അത് 1 ആണെങ്കിൽ ഈ 400 എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. 400 മനസ്സിലാകുന്നുണ്ടോ? അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എയുടെ ആനുവൽ ഇൻകം ഇല്ലയോ? എയുടെ ആനുവൽ ഇൻകം ആയിരുന്നെങ്കിൽ 6x, ബിയുടെ ആനുവൽ ഇൻകം ആയിരുന്നെങ്കിൽ 7x. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? എക്സ് എന്ന് നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. കോമൺ ആയ ഡിഫറൻസ് 1 ആണെങ്കിൽ ഈ 400നെ എയുടെ വാല്യൂ, കറസ്പോണ്ടിങ് റേഷ്യോ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 6 × 400, 6 × 400 എത്രയാണ്? 6×4 24. 24 20 എത്രയാണ് വന്നിരിക്കുന്നത്? 2400 രൂപ. 2400 രൂപ. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? 6x എന്ന് നമ്മൾ പരിഗണിക്കുക. അതായത് എയുടെ ആനുവൽ ഇൻകം 6x, ബിയുടെ ആനുവൽ ഇൻകം 7x. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എയുടെയാണ്. എയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6x. ക്ലിയർ ആയല്ലോ? ബിയുടെ ആണ് ചോദിച്ചെങ്കിൽ 7x. അപ്പോൾ ഈ 6x എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. 6 × 400 അല്ലെങ്കിൽ 6 × x. അതാണ് എയുടെ ഇൻകം. എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് റേഷ്യോകൾ എടുക്കുക. ആ റേഷ്യോകൾ തമ്മിൽ കോമൺ ആയിട്ട് ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർ മിച്ചം പിടിക്കുന്നത് എത്ര? കോമൺ ആയിട്ട് ഡിഫറൻസ് 1 ആണെങ്കിൽ, ക്ലിയർ ആണെന്നല്ലോ? കോമൺ ആയിട്ട് ഡിഫറൻസ് 1 ആണെങ്കിൽ അവർ എത്ര രൂപയാണോ മിച്ചം പിടിക്കുന്നത് അതാണ് എക്സ്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ശ്രദ്ധിക്കുക. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ആനുവൽ ഇൻകം ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും വാർഷിക വരുമാനങ്ങൾ 5:6 ആൻഡ് ബിറ്റ്വീൻ ദെയർ എക്സ്പെൻഡിച്ചർ ഈസ് 4:5. ഇഫ് ദേ സേവ് 500 rupees ഈച്ച്, ഫൈൻഡ് എ's ആനുവൽ ഇൻകം. അപ്പോൾ രണ്ടുപേരുടെ വരുമാനവും അവരുടെ ചിലവുകളും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് എടുത്തെഴുതുക. ഇതാണ് 5
1:6. അതാണല്ലോ വരുമാനങ്ങളുടെ അംശബന്ധം. അടുത്ത ചിലവുകളുടെ അംശബന്ധം എത്രയാണ്? 4:5. മനസ്സിലാകുന്നുണ്ടല്ലോ. അവ തമ്മിൽ കോമൺ ആയിട്ട് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. 4 1 5 അല്ലേ, 5 1 6. അപ്പം അവ തമ്മിൽ ഡിഫറൻസ് 1 വന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ. നോക്കുക, എയുടെയും ബിയുടെയും വരുമാനങ്ങളല്ല, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എയുടെ വരവും ചിലവും ഉള്ള റേഷ്യോ, ബിയുടെ വരവും ചിലവും തമ്മിലുള്ള റേഷ്യോ, അവ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കേണ്ടത്. അത് 1 ആണ് എങ്കിൽ, 1 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ മിച്ചമുണ്ടല്ലോ, അവർ സേവ് ചെയ്യുന്ന പൈസ, ആ പൈസ കൊണ്ട് എയുടെ ഇൻകത്തിൻ്റെ റേഷ്യോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എയുടെ ഇൻകം എന്ന് പറയുന്നത് 5x ആണ്. എയുടെ ഇൻകം എന്ന് പറയുന്നത് 5x എന്ന് നമ്മൾ മനസ്സിലാക്കുക. 5x എന്ന് മനസ്സിലാക്കുക. ഇവിടെ എക്സ് ഒന്നും ഇടേണ്ട ആവശ്യകത ഇല്ല, എങ്കിലും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് 5x എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് അവർ മിച്ചം പിടിക്കുന്നത് എത്രയാണോ അതായിരിക്കും എക്സ്. അപ്പോൾ നമ്മളുടെ ഉത്തരം എയുടെ ഇൻകം എന്ന് പറയുന്നത് 5 × എക്സിൻ്റെ വാല്യൂ 500. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5 25. 5 × 5 25. 2 0 കൂടി ഇടുമ്പോൾ എയുടെ ആനുവൽ ഇൻകം എത്രയാണ്? 2500 രൂപ. ക്ലിയർ ആയല്ലോ?